ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ CB1 എക്സ്ട്രീമാണ് വണ്ടി. വണ്ടിക്ക് നിലവിൽ മോർണിംഗിൽ മിസ്സിങ്ങും അതേപോലെ തന്നെ കുറേ നേരമൊക്കെ ചോക്കിലിട്ടുള്ള വണ്ടി ഓടുന്നൊരു സിറ്റുവേഷൻ. അതാണ് ശരിക്കും വണ്ടിയുടെ കംപ്ലയിൻറ്റ്. പിന്നെ ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സൗണ്ട്, അങ്ങനെ 1-2 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാൽ കിടക്കണം കേട്ടോ. ക്യാമ കുറേശ്ശം തിരിച്ചിട്ട് പരമാവധി ഉപയോഗിച്ചാണ്. അപ്പോൾ ലൈനർ മാറ്റിയിട്ടാലാണ് നമുക്ക് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഉണ്ടല്ലോ, ചെയിൻ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ്. തൽക്കാലം ഈ ടൈറ്റ് ചെയ്യാം, കാരണം ഇപ്പം തന്നെ ഇത്ര ലൂസുണ്ട്, നല്ല ലൂസുണ്ട്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ രീതിയൊക്കെ കുറച്ചും കൂടി ഉള്ളൂ. ഈ തവണത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാം. പിന്നെ കാർബേറ്റർ അസംബ്ലി നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അതിനകത്ത് സംഭവിച്ചാണ് കാരണം എന്ന് വെച്ചാൽ കാർബേറ്ററിൻ്റെ ഈ വാക്യൂം പിസ്റ്റൺ പറഞ്ഞ ഭാഗം നല്ല രീതിയിൽ തേയ്മാനം വന്നേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഇതായി കാണുന്ന ഭാഗത്ത്, അതായത് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഒരു കളർ വേരിയേഷൻ കാണണം. അത് ശരിക്കും അവിടെ വാക്യൂം പിസ്റ്റൺ എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്, ഇതിന് തേയ്മാനം വന്നേക്കുന്നുണ്ടോ. ഇതേപോലെ തന്നെ ഈ രണ്ടും കൂടി അവിടെയും തേയ്മാനം വന്നേക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഇതിപ്പോൾ മാറ്റിയിട്ടാലാണ് കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഈ ഐറ്റം മാറ്റണം. ഇതുമേത്തെ തേയ്മാനം നമുക്കിപ്പോൾ തൽക്കാലം മൈൻഡ് ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് കാർബേറ്റർ അസംബ്ലിയെ പാടി ഫുള്ളായിട്ട് മാറ്റുന്ന സമയത്താണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ അസംബ്ലി ഫുള്ളായിട്ട് മാറേണ്ടി വരും. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും നമുക്ക്. എങ്കിൽ കൂടി വാക്യൂം പിസ്റ്റണൊക്കെ മാറ്റി അതേപോലെ ഈ സ്ലോ ജെറ്റും മാറ്റി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യും. ഇപ്പോൾ വാക്യൂം പിസ്റ്റൺ തന്നെ വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വന്നുണ്ട് നമുക്ക്. ഇപ്പോൾ വാക്യൂം പിസ്റ്റൺ എന്ന് പറഞ്ഞ യൂണിറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് കോട്ടിങ് ഉണ്ടോ. ഇത് ശരിക്കും അതൊരു ലൂബ്രിക്കേഷൻ കോട്ടിങ്ങാണ്. അതങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തേഞ്ഞ് അങ്ങനെ ഡാമേജിലേക്ക് പോകണതാണ്. അപ്പോൾ ഇത് മാത്രമല്ല തേയ്മാനം വരാം, കാർബേറ്റർ ബോട്ടം അസംബ്ലിക്കും തേയ്മാനം വരും. പക്ഷേ അത് കോസ്റ്റ്ലിയാണ്. ഏകദേശം 5000 രൂപ 5500 കോസ്റ്റ് തന്നെയാണ് ആ കാർബേറ്റർ ഫുൾ സെറ്റ് ഇട്ടതെല്ലാം കൂടിയിട്ട്. അപ്പോൾ തൽക്കാലം ഇത് മാറ്റിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാർബേറ്ററിൻ്റെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 100% പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിൽ കൂടി മാക്സിമം നമുക്ക് കൊണ്ടുനടക്കാം. പിന്നെ ചോക്കിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ചോക്കിൻ്റെ കേബിൾ നമുക്ക് ഇടയ്ക്ക് നിൽക്കാത്ത ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. ഐറ്റം അവൈലബിൾ അല്ല. അതാ കാർബേറ്റർ ആദ്യമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം നിലവിൽ ഓർഡർ കൊടുത്താലും നമുക്ക് കിട്ടാറില്ല. കാരണം കാർബേറ്റർ അസംബ്ലിമേ സെറ്റായിട്ട്, അതായത് ഇതേപോലെ അസംബ്ലി ഫുള്ളായിട്ട് മേടിക്കുമ്പോൾ അതിനകത്താണ് സാധാരണ ഇപ്പോൾ വരാറ്. നോർമൽ അല്ലാത്ത രീതിയിൽ ആദ്യം വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓർഡർ കൊടുത്താലും സാധാരണ രീതിയിൽ നമുക്ക് ലഭിക്കാറില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തിരുന്ന വേറെ പ്രശ്നമൊന്നുമില്ല, നിലവിൽ നല്ല കേബിളാണ്. അപ്പോൾ നിലവിലത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കാർബേറ്റർ വാക്യൂം പിസ്റ്റൺ മാറ്റണം. ഈ സാധനം മാറി, ഇതിന് വാക്യൂം പിസ്റ്റൺ എന്ന് പറയാം. വാക്യൂം പിസ്റ്റൺ മാറണം. കാർബേറ്ററിനകത്ത് തന്നെ ഈ സ്ലോ ജെറ്റ് മാറണം. കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്യണം. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എനിക്കൊരു വാക്യൂം പിസ്റ്റണൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 500, 550 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ. 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 100% പെർഫെക്ഷൻ കിട്ടില്ല. ഏകദേശം നമുക്ക് ആ ഒരു ചോക്കിലിട്ട് ഓടുന്ന കണ്ടീഷനൊക്കെ അത് ഒഴിവാകും. പരമാവധി നമ്മുടെ വലിയ തലവേദന തീർന്നു കിട്ടും കേട്ടോ.